ഹൃദയത്തിനെ ബാധിക്കുന്ന, നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ വളരെയേറെ വിനാശകരമായ ഒരു രോഗമാണ് അഹങ്കാരം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാത്തുൻ മുഹ്ലികാത്തുൻ, 3 കാര്യങ്ങൾ വിനാശകരമാണ്. അതിലൊന്ന് ശുഹ്ഹൻ മുതാഅ, അനുസരിക്കപ്പെടുന്ന പിശുക്ക്. മനസ്സിലേതെങ്കിലും പിശുക്കുകൾ ഉണ്ടാകുമ്പോൾ, പിശുക്കിന്റെ മാനസികാവസ്ഥ നമ്മുടെ സമ്പത്ത് ചിലവഴിക്കുന്നിടത്തുണ്ടാകുമ്പോൾ നമ്മൾ ആ മനസ്സിന്റെ പിശുക്കിനെ അനുസരിച്ച് ഒരു പിശുക്കനായി മാറുക എന്നുള്ളത് വിനാശമാണ്. രണ്ടാമത്തേത് ഹവൻ മുത്തബ, അനുസരിക്കപ്പെടുന്ന, പിന്തുടരപ്പെടുന്ന ദേഹേച്ഛ, മനസ്സിന്റെ ഇച്ഛകളെ, മനസ്സിന്റെ താല്പര്യങ്ങളുടെ പിന്നാലെ പോവുക. അത് നമ്മളെ നാശത്തിലേക്ക് ചെന്നെത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തേത് ഇഅ്ജാബുൽ മർഇ ബിനഫ്സിഹി, തന്റെ സ്വന്തം വിഷയത്തിൽ, സ്വന്തത്തിന്റെ കാര്യത്തിൽ ഒരാൾക്ക് ആശ്ചര്യമുണ്ടാവുക. ഞാനൊരു വലിയ സംഭവമാണ്. നമ്മുടെ കഴിവുകളും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമുക്ക് തന്നെ ആശ്ചര്യം തോന്നുകയും അതിലൂടെ നമുക്കൊരു അഹംഭാവം, ഒരു കിബർ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യനെ നാശത്തിലേക്ക് ചെന്നെത്തിക്കുമെന്നുള്ളതാണ്. സഹോദരന്മാരെ, ഏതെങ്കിലുമൊക്കെ കഴിവുകളുടെയോ മികവുകളുടെയോ വിഷയത്തിൽ, ഏതെങ്കിലുമൊക്കെ സാമ്പത്തിക സ്രോതസ്സുകളുടെ വിഷയത്തിൽ, അധികാരങ്ങളുടെ വിഷയത്തിൽ, സ്ഥാനമാനങ്ങളുടെ വിഷയത്തിൽ, നമ്മുടെ ബുദ്ധിവൈഭവത്തിൻ്റെയോ മറ്റെന്തെങ്കിലും നമ്മളുടെ പ്രത്യേകതകളുടെ വിഷയത്തിൽ നമുക്കൊരു അഹങ്കാരമുണ്ടായാൽ, നമുക്ക് നാം മറ്റാരോ വലിയ ഒരു മനുഷ്യനാണ് എന്ന് നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടായാൽ, അതൊരുപാട് ഖൈറുകൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നിടത്തേക്കും, ഒരുപാട് തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നിടത്തേക്കും, ഒരു വേള സത്യത്തെ പോലും നിരാകരിക്കുന്ന, നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യങ്ങളെത്തുമ്പോ, സത്യമെത്തുമ്പോ, ശരിയായ മാർഗദർശനം നമ്മുടെ മുമ്പിൽ എത്തുമ്പോ അഹങ്കാരത്തിന്റെ പേരിൽ അതിൽ നിന്ന് മാറി നടക്കുന്ന സാഹചര്യം, അവസ്ഥാവിശേഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മളല്ലാത്ത ആളുകളെ ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ കണ്ണിൽ ചെറുതായി കാണുന്ന, ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ മനസ്സിൽ നിസാരരായി തീരുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു അണുമണി തൂക്കമെങ്കിലും കിബർ, അഹങ്കാരം കടന്നു വരുന്നതിനെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അഹങ്കാരം ഒരണുമണി തൂക്കം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരണുമണി തൂക്കം കിബറുണ്ട് എങ്കിൽ, അഹങ്കാരമുണ്ട് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ്. അഹങ്കാരികൾക്ക് സ്വർഗത്തിൽ സ്ഥാനമില്ല. ഒരണുമണി തൂക്കം കിബറെങ്കിലും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ അവരുടെ സ്വർഗപ്രവേശനത്തിന് അത് തടസ്സമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ഇത് കേട്ടപ്പോൾ ഒരു സഹാബി ചോദിച്ചു, പ്രവാചകരെ, ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന ഥൗബുഹു ഹസനൻ വനഅലുഹു ഹസനതൻ. ഒരു മനുഷ്യൻ അവന്റെ വസ്ത്രം നന്നായി തീരാൻ, ഒരു നല്ല വസ്ത്രം എടുക്കാൻ അവൻ ആഗ്രഹിച്ചാൽ, ഒരു നല്ല ചെരുപ്പ് ധരിക്കാൻ അവൻ ആഗ്രഹിച്ചാൽ അത് കിബറായി മാറും. പ്രവാചകരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. തീർച്ചയായും അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. കിബർ എന്ന് പറഞ്ഞാൽ അൽ കിബ്റു ബത്റുൽ ഹഖി വഗംതുൻ നാസി. കിബറിനെ, അഹങ്കാരത്തെ ഏറ്റവും സംക്ഷിപ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശദീകരിച്ചു കൊടുത്തു. എല്ലാ കിബറിന്റെ പാപങ്ങളും ആ പ്രവാചകന്റെ 2 വാക്കുകളിൽ ചെന്നു ചേരുന്നുണ്ട്. എന്താണത്? ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബത്റുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കലാണ്. സത്യം മുമ്പിലെത്തുമ്പോ, ശരിയായ മാർഗം മുമ്പിലെത്തുമ്പോ, യാഥാർത്ഥ്യം ഇതാണെന്ന് മനസ്സിലായിട്ടും അതിൽ നിന്ന് പിന്മാറിക്കളയലാണ് അഹങ്കാരമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ലോകത്തേതൊരു മനുഷ്യനും അവൻ ഈ സത്യത്തെ നിരാകരിക്കുന്നുണ്ട് എങ്കിൽ, ഈ ആദർശത്തെ നിരാകരിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹു ആണ് നമ്മുടെ സൃഷ്ടാവ് എന്നതിനെ നിഷേധിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്നതിനെ നിഷേധിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹു അയച്ച പ്രവാചകന്മാരെ നിഷേധിക്കുന്നുണ്ട് എങ്കിൽ, ആ പ്രവാചകന്മാർ പഠിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ, അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളെ കളവാക്കുന്നുണ്ട് എങ്കിൽ, ആ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട പരലോക ജീവിതത്തെ നിഷേധിക്കുന്നുണ്ട് എങ്കിൽ, അഹങ്കാരം കൊണ്ട് മാത്രമാണ് അത്തരമൊരു പ്രവണത അവരുടെ
മനസ്സുകളിൽ അവർക്ക് ആ ഒരു പ്രവണതയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദീർഘകാലം പ്രബോധനം ചെയ്തിട്ടും ആ പ്രബോധനത്തിനെ അവർ സ്വീകരിക്കാതിരിക്കാൻ അവരെ പ്രാപ്തമാക്കിയത്, അതിന് കാരണമായി തീർന്നത് അവരുടെ അഹങ്കാരമാണ്. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ വിശ്വസിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞത്, നിന്നിൽ വിശ്വസിച്ച് വന്ന ആളുകൾ നമ്മൾ ദുർബലരായി ഗണിക്കുന്ന നിസ്സാരക്കാരായ ആളുകൾ മാത്രമാണ് നിന്നിൽ വിശ്വസിച്ച് നിന്റെ കൂടെയുള്ളത് എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ആ സമൂഹം പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിരന്തരമായി ദഅവത്ത് നടത്തുമ്പോൾ പോലും ആ ദഅവത്തിനെ സ്വീകരിക്കാനോ അത് ഉൾക്കൊള്ളാനോ തയ്യാറാകുന്നതിന് പകരം ആ അഹങ്കാരത്തിന്റെ പ്രവണതയിൽ, ആ നിഷേധത്തിന്റെ പ്രവണതയിൽ ശാഠ്യത്തോടുകൂടി നിലകൊള്ളുകയും ആ അഹങ്കാരി തികഞ്ഞ വലിയ അഹങ്കാരികളായവർ മാറുകയും ആ അഹങ്കാരത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ശേഷം വന്ന ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ സമുദായമായ ആദിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫഅമ്മാ ആദുൻ ഫസ്തക്ബറു ഫിൽ അർദി ബിഗൈരിൽ ഹഖ്. ആദി സമൂഹം അവർ ഏതൊരു ന്യായവും കൂടാതെ ഭൂമിയിൽ തികഞ്ഞ അഹങ്കാരം കാണിക്കുകയാണ് ചെയ്തത് എന്ന് ആദി സമൂഹത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സഹോദരന്മാരെ, ഏതൊരു കാലഘട്ടത്തിൽ ഏതൊരു പ്രവാചകന്മാർ ആ സമൂഹത്തിൽ വന്ന് അവരോട് ദഅവത്ത് നടത്തുമ്പോഴും അത് സ്വീകരിക്കാതിരിക്കാൻ അവർക്ക് പ്രാപ്തമായത്, അല്ലെങ്കിൽ അവർ സ്വീകരിക്കാതിരിക്കാൻ കാരണമായി തീർന്നത് അവർക്ക് തികഞ്ഞ അഹങ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ലോകത്തെല്ലാ മനുഷ്യരുടെ അടുക്കലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹിദായത്ത് എത്തിക്കും. ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും അവരുടെ എല്ലാം മുമ്പിൽ ഈ ഹിദായത്ത് എത്തും. എന്തേ അവർ സ്വീകരിക്കുന്നില്ല? സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുമ്പിൽ സത്യം എത്തിച്ചു കൊടുക്കാത്തത് കൊണ്ടാണോ? ബോധ്യപ്പെടുന്ന തെളിവുകളോടുകൂടി അവരുടെ മുമ്പിൽ യാഥാർത്ഥ്യങ്ങൾ എത്താത്തത് കൊണ്ടാണോ? അല്ല, മറിച്ച് അഹങ്കാരമാണ്. അവരുടെ ഇച്ഛകളെ പിന്തുടരുമ്പോൾ അതിനെ വലിച്ചെറിഞ്ഞ് അവരുടെ താല്പര്യങ്ങളെ, അവരുടെ നിലപാടുകളെ, അവരുടെ തീരുമാനങ്ങളെ, അവരുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഈ യാഥാർത്ഥ്യത്തെ തിരഞ്ഞെടുക്കാനുള്ള അവരുടെ വൈമനസ്യമാണ്. അതുകൊണ്ടാണല്ലോ യഹൂദികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ മക്കളെ അറിയുന്നത് പോലെ അവർക്ക് പ്രവാചകൻ അറിയുമായിരുന്നു. അവരുടെ വേദഗ്രന്ഥങ്ങളിലൂടെ അവർക്ക് മുൻകഴിഞ്ഞ അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളും അവരുടെ പുരോഹിതന്മാർ പഠിപ്പിച്ചു കൊടുത്ത തെളിവുകളും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലായി ഇതൊരു സത്യപ്രവാചകനാണ് എന്നുള്ളത്. പക്ഷെ അവർ സ്വീകരിക്കാൻ വൈമനസ്യം കാണിച്ചു. അവരിൽ നിന്നൊരു മനുഷ്യനെ, അവരിൽ നിന്നൊരാളെ, അവരുടെ സമുദായത്തിൽ നിന്നൊരാളെ പ്രവാചകനായി നിയോഗിക്കാത്തത് കൊണ്ട് തന്നെ അവർ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ജൂതന്മാരുടെ നേതാവായിരുന്ന ഹുയൈ ബിൻ അഖ്തബ്, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ വരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനാണോ എന്ന് മനസ്സിലാക്കാനുള്ള തെളിവുകളെല്ലാം, അതിന്റെ കാരണങ്ങളെല്ലാം ഒത്തുനോക്കുകയും ഇത് പ്രവാചകനാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു. അത് അദ്ദേഹം മറ്റുള്ള ആളുകളോട് പറഞ്ഞു, ഇതൊരു സത്യപ്രവാചകൻ തന്നെയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ പ്രവാചകന്റെ വിഷയത്തിലുള്ള നിങ്ങളുടെ നിലപാട്? അദ്ദേഹം പറഞ്ഞു, അദാവത്തുഹു വല്ലാഹി മാ ബഖീതു. ശേഷിക്കുന്ന കാലമത്രയും ശത്രുത മാത്രമാണ്. ശേഷിക്കുന്ന കാലമത്രയും ആ മനുഷ്യനോട് എനിക്ക് ശത്രുത മാത്രമേ ഉള്ളൂ. എന്തേ കാരണം? അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്നും അതുവരെ തുടർച്ചയായി ബനൂ ഇസ്രായേലിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. അതുപോലെ അവരുടെ സമുദായത്തിൽ നിന്ന് പ്രവാചകൻ കടന്നു വരുമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്നു. പക്ഷെ അത് കടന്നു വന്നില്ല. മറ്റൊരു സമൂഹത്തിലാണ് അല്ലാഹു പ്രവാചകനെ തിരഞ്ഞെടുത്തത്. അതിന്റെ അഹങ്കാരമാണ് അവരെ ആ സത്യം സ്വീകരിക്കുന്നതിൽ നിന്നും തടഞ്ഞിട്ടുള്ളത്. സഹോദരന്മാരെ, ആ നിലക്ക് സത്യത്തെ നിരാകരിക്കാൻ അഹങ്കാരം വലിയൊരു കാരണമാണ്. അതുകൊണ്ട് അഹങ്കാരം എന്ന സ്വഭാവം ജീവിതത്തിൽ വളർന്നു വരുന്നതോറും സത്യത്തെ സ്വീകരിക്കാൻ നമുക്ക് തടസ്സമായി തീരും. നമ്മൾക്ക് താല്പര്യമില്ലാത്ത ആളുകൾ നമ്മുടെ മുമ്പിൽ സത്യം അവതരിപ്പിക്കുമ്പോൾ, നമ്മളെക്കാളും നിസാരരെന്ന് നമ്മൾ ഗണിക്കുന്ന ആളുകൾ നമ്മൾക്ക് മുമ്പിൽ സത്യം പറഞ്ഞു തരുമ്പോൾ, നമ്മൾ കാത്തു സൂക്ഷിച്ചു വരുന്ന, നമ്മൾ കാക്കക്കാരണവന്മാരായി തുടർന്നു വരുന്ന പാരമ്പര്യവാദങ്ങളെ
അത് കൈയൊഴിക്കാൻ നമുക്ക് വൈമനസ്യമുണ്ടാകുന്നു, നമുക്ക് പ്രയാസമുണ്ടാകുന്നു. അത് നമ്മൾ സത്യത്തെ നിരാകരിക്കുന്നിടത്തേക്ക് നമ്മളെ എത്തിച്ചേർക്കുന്നു എന്നുള്ളതാണ്. സഹോദരന്മാരെ, അത്തരമൊരു അഹങ്കാരത്തിന്റെ സ്വഭാവം കൊണ്ട് നടന്നാൽ, അത്തരം സത്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളത് നിഷേധിക്കാൻ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ സീൽ വെക്കുന്ന, മുദ്ര വെക്കുന്ന അവസ്ഥാവിശേഷമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, كذلك يطبع الله على قلب كل متكبر وجبار. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അഹങ്കാരികളുടെയും എല്ലാ ഗർവ് നടിക്കുന്ന ആളുകളുടെയും ഹൃദയത്തിൽ മുദ്ര വെക്കുന്നതാണ്. അല്ലാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ മുദ്ര വെച്ചാൽ പിന്നെ ആ മനുഷ്യന് സത്യം മനസ്സിലാക്കാൻ കഴിയാതെ വരും. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങൾ ആ മനുഷ്യന്റെ മുമ്പിലെത്തുമ്പോൾ അത് സ്വീകരിക്കാൻ, ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ശരിയായ മാർഗത്തെ തെറ്റായ മാർഗമായി ഗണിക്കുകയും തെറ്റായ മാർഗത്തെ ശരിയായ മാർഗമായി ഗണിച്ച് അത് സ്വീകരിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. എന്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അഹങ്കരിച്ച് പിന്മാറുന്ന ആളുകളെ, അവരെ തൊട്ട് അഹങ്കാരം നടിക്കുന്ന ആളുകളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും തെറ്റിച്ചു കളയുമെന്നുള്ളതാണ്. പിന്നീട് പിന്നീട് ഏതൊരു സന്മാർഗം കണ്ടാലും, നേരായ മാർഗം കണ്ടാലും പിന്നെ ആ മനുഷ്യന് അതിൽ വിശ്വസിക്കാൻ സാധിക്കുകയില്ല, അവനതിൽ വിശ്വസിക്കുകയില്ല. പിന്നീട് അവന് ശരിയായ മാർഗം അവന്റെ മുമ്പിലെത്തിയാൽ അവൻ അതിനെ ആ മാർഗത്തെ അവൻ സ്വീകരിക്കുകയില്ല. ദുർമാർഗത്തെ അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ദുർമാർഗത്തെ സ്വീകരിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമെന്നുള്ളതാണ്. സഹോദരന്മാരെ, അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ അപകടമാണ് നമ്മൾക്ക് പിന്നീട് അഹങ്കാരത്തിലൂടെ നമ്മൾ സത്യത്തെ നിരാകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സീൽ വെക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. അല്ലാഹു അങ്ങനെ സീൽ വെച്ചാൽ പിന്നെ സത്യം ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. സത്യത്തിന്റെ മാർഗം വരുമ്പോൾ അത് ദുർമാർഗമാണ് എന്ന് നമ്മൾ ഗണിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും. ദുർമാർഗം നമ്മുടെ മുമ്പിലെത്തുമ്പോൾ ഇത് സത്യമാണെന്ന് സ്വീകരിച്ച് ആ പിഴച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് സത്യം അത് നമ്മുടെ മുമ്പിലെത്തുമ്പോൾ അതാര് പറഞ്ഞാലും, അതെപ്പോൾ പറഞ്ഞാലും, നമ്മളുടെ എത്ര വലിയ ഇച്ഛകൾക്കെതിരായി കൊണ്ട് പറഞ്ഞാലും, ആ സത്യം സ്വീകരിക്കുന്നിടത്ത് ഭൗതികമായി എത്ര വലിയ കഷ്ടനഷ്ടങ്ങൾ നമുക്ക് നേരിടേണ്ട സാഹചര്യം ഉണ്ടായാലും, ആ സത്യം സ്വീകരിക്കുന്നിടത്ത് നമുക്ക് മാനസികമായും ശാരീരികമായും വലിയ ദുരന്തങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നാലും, അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാൻ, അതിന് കീഴൊതുങ്ങാൻ, അതിന് വിനയപ്പെടാൻ, അതിന്റെ മുമ്പിൽ വിനയാനിതരായി അത് സ്വീകരിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ഏതൊരു യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിലും സത്യത്തിന്റെ മുമ്പിലും നമ്മൾ അവിടെ അതിൽ നിന്ന് നമ്മൾ പിന്നിമാറി പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗം വ്യക്തമായാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളുടെ പാത വ്യക്തമായാൽ, അതാര് പറഞ്ഞാലും അത് നമ്മുടെ മുമ്പിൽ വ്യക്തമായി കഴിഞ്ഞാൽ അവിടെ പിന്നീട് തിരിഞ്ഞു കളയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ തിരിഞ്ഞു കളഞ്ഞാൽ അവൻ തിരിഞ്ഞിടത്തേക്ക് അള്ളാഹു തിരിച്ചുവിടുമെന്നാണ്. പിന്നീട് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സത്യം ഏതു സമയത്ത് ബോധ്യപ്പെട്ടാലും അതാര് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രകാലവും നമ്മൾ സത്യമാണെന്ന് വിചാരിച്ച് നടന്ന ഒരു സംഗതി ചിലപ്പോൾ നമുക്ക് ഈ നാളെ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ, അത് നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ഒരു മനുഷ്യൻ പറഞ്ഞാൽ, നമ്മളെക്കാളും വിവരം കുറഞ്ഞ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധമാകണം. നമ്മുടെ അഹങ്കാരം തടസ്സമായി നിന്നുകൂടാ. ആ നിലക്ക് ഏതൊരാൾ നമ്മുടെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ പഠിപ്പിക്കുമ്പോൾ അഹങ്കാരത്തോടു കൂടി പിന്മാറിക്കളയരുത്. താടി നീട്ടി വളർത്തലാണ് സുന്നത്ത് എന്ന് നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മുടെ ഇച്ഛ എതിരായാലും അഹങ്കാരത്തോടു കൂടി പരിഹസിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. നിര്യാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റി കൊടുക്കുന്നതാണ് സുന്നത്ത് എന്ന് പഠിപ്പിച്ചാൽ, അത് നമുക്ക് ബോധ്യപ്പെട്ടാൽ അഹങ്കാരത്തോടു കൂടി അതിൽ നിന്നും പിന്തിരിഞ്ഞ് അതിനെ പരിഹസിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലത് കൈ കൊണ്ട് കഴിക്കാൻ. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് കഴിയില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അഹങ്കാരമാണ് അദ്ദേഹത്തെ കൊണ്ടത് പറയിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നിനക്കതിന് കഴിയാതിരിക്കട്ടെ. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി പറയുകയാണ്, പിന്നീട് അദ്ദേഹത്തിന് മരണം വരെ അദ്ദേഹത്തിന്റെ വലത് കൈ പൊക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അഹങ്കരിച്ചാൽ, അഹങ്കാരത്തോടുകൂടി ജീവിച്ചാൽ സഹോദരന്മാരെ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ കിബറിന്റെ വിശദീകരണമായി പഠിപ്പിച്ച രണ്ടാമത്തെ കാര്യം ഗംതുൻ നാസാണ്, ജനങ്ങളെ നിസാരരായി കാണലാണ്, ആളുകളെ ദുർബലരായി കാണുക. നമ്മൾ മേന്മയുള്ളവരായും നമ്മുടെ പ്രവർത്തനങ്ങൾ മേന്മയുള്ള പ്രവർത്തനങ്ങളായും നമ്മുടെ നിലപാടുകളും നമ്മുടെ അഭിപ്രായങ്ങളും അത് തെറ്റുവരാത്തതായും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാകട്ടെ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളാകട്ടെ അതിലൊക്കെ തെറ്റ് സംഭവിക്കുന്നതുമായി നമുക്കിങ്ങനെ തോന്നുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുക. നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ അധികാരങ്ങൾ കൊണ്ട്, നമ്മുടെ സ്ഥാനമാനങ്ങൾ കൊണ്ട്, നമ്മുടെ ഏതെങ്കിലുമൊക്കെ മികവുകൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ കണ്ണിൽ കൊച്ചായി കാണുകയും അവരെ നിസ്സാരായി കാണുകയും അവരെ ഇകഴ്ത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുക സഹോദരന്മാരെ അഹങ്കാരമാണ്, വലിയ അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു പൊങ്ങച്ചക്കാരനെയും അതേപോലെ തന്നെ ദുരഭിമാനിയെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാത്ത ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ അഹങ്കരിച്ചുകൊണ്ട് ഈ ഭൂമിയുടെ മുകളിലൂടെ നടക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ശിക്ഷ ഈ ദുനിയാവിൽ തന്നെ പല ആളുകൾക്കും ഇറങ്ങിയ ചരിത്രങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മുടി ചീരി അത് വൃത്തിയോട് പിന്നെ വളരെ മേന്മയുള്ള ഒരു വസ്ത്രം ധരിച്ച് ഭൂമിയിലൂടെ അഹങ്കരിച്ചുകൊണ്ട് നടന്ന മനുഷ്യൻ, അഹങ്കാരത്തോടുകൂടി ഞാൻ എന്തോ ആണ് എന്നുള്ള ഭാവത്തോടുകൂടി നടന്ന ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ ആ മനുഷ്യൻ ഭൂമിയുടെ അടിയിൽ പിടച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നതാണ്. അദ്ദേഹത്തെ ഭൂമിയുടെ അടിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞത് അദ്ദേഹത്തിന്റെ അഹങ്കാരമാണ്. അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അഹങ്കാരം കളിച്ച ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞില്ലേ? ഖാറൂനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഖസഫ്നാ ബിഹി വബിദാരിഹി അൽ-അർള, അവനെയും അവന്റെ സകലമാന സമ്പത്തുകളെയും അവന്റെ സകലമാന സ്വത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ സ്വത്ത് കണ്ട് ആളുകൾ ആശ്ചര്യപ്പെടുകയും അതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആവശ്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്ത അതേ ഖാറൂനിനെ അവരുടെ കൺമുന്നിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ്യനാക്കി ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞില്ലേ? അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അധികാരങ്ങൾ കിട്ടുമ്പോൾ, സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ, സമ്പത്ത് കിട്ടുമ്പോൾ നമ്മൾ അതിന്റെ പേരിൽ അഹങ്കരിക്കാൻ പാടില്ല. വിനയമുള്ളവരായി വിനയാനിതരായി ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. പരലോകത്ത് അത്തരം അഹങ്കാരികളായ ആളുകൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മനുഷ്യരുടെ രൂപത്തിൽ, ഉറുമ്പുകളുടെ വലിപ്പത്തിൽ അവരെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. ബാക്കിയുള്ളവരെല്ലാം അവരുടെ അതാത് വലിപ്പങ്ങളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ഇവർ ഉറുമ്പിന്റെ വലിപ്പത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. നിന്ദ്യത അവരെല്ലാ നിലക്കും ആവരണം ചെയ്തിട്ടുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ നിലക്ക് ഏതെങ്കിലുമൊക്കെ അഹങ്കാരത്തിന്റെ ചിന്താഗതി നമ്മുടെ മനസ്സുകളിൽ, അതിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ, അതിലൂടെ നമ്മുടെ നാവുകളിലൂടെയുള്ള വാചകങ്ങളിൽ കടന്നു വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അഹങ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണ് എന്ന് നമുക്കറിയാം. മറ്റുള്ള രോഗങ്ങളെ അപേക്ഷിച്ച് വളരെ ഗോപ്യമായിട്ടാണ് ഹൃദയത്തിലേക്ക് ഒരു അഹങ്കാരം കടന്നു വരിക. നമ്മൾ ചിലപ്പോൾ അഹങ്കാരികളാകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകില്ല. നമ്മൾ പോലും പലപ്പോഴും നമുക്ക് അഹങ്കാരമുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ അധികാരങ്ങളിലോ എന്തെങ്കിലുമൊക്കെ മേന്മകളിൽ അത് കിട്ടുമ്പോൾ അതില്ലാത്ത ആളുകളുടെ മുമ്പിൽ അറിയാതെ നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ആ അഹങ്കാരം കടന്നു വരും. മറ്റുള്ളവരെ നമ്മൾ നിസ്സാരരായി കാണും. അവരെ ഇകഴ്ത്താനും പരിഹസിക്കാനും അവരെ തരം താഴ്ത്താനും നമ്മൾ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം അഹങ്കാരങ്ങൾ കടന്നു വരുന്നത് നമ്മൾ കൃത്യമായി അറിയുകയും അതിൽ നിന്നും മാറി നിൽക്കാൻ നമ്മൾ സന്നദ്ധമാവുകയും ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വിനയമുള്ള ആളുകളായി തീരുക. എന്ത് കിട്ടിയാലും വിനയാന്വിതരായി മാറുക. അള്ളാഹുവിന്റെ വിനയാന്വിതരായ ദാസന്മാരായി നമ്മൾ ഭൂമിയിലൂടെ നടക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതുപോലെ വലാ തംശി ഫിൽ അർളി മറഹ,
നീ അഹങ്കാരത്തോടുകൂടി ഭൂമിയിൽ നടക്കരുത്. അഹങ്കാരത്തോടുകൂടി ഭൂമിയിൽ നടക്കരുത്. ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. നിനക്ക് ഭൂമിയെ വിണ്ടുകീറാനോ പർവ്വതത്തോളം എത്താനോ നിനക്ക് സാധ്യമല്ല. നീ ഭൂമിയിൽ വിനയാന്വിതരായി നടക്കുക. പരമകാരുണ്യന്റെ ദാസന്മാർ അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അല്ലാഹുവിന്റെ പരമകാരുണ്യന്റെ ദാസന്മാർ അവർ ഭൂമിയിലൂടെ വിനയാന്വിതരായി നടക്കുന്നവരാണ്. വിനയം മുഖമുദ്രയാക്കിയ ജീവിതത്തിൽ, സംസാരങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, സ്വഭാവങ്ങളിലെല്ലാം ആ വിനയം പ്രതിഫലിച്ചു നിൽക്കുന്ന ആളുകളാണ് അല്ലാഹുവിന്റെ ദാസന്മാർ. ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മകന് നൽകുന്ന ഉപദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, മോനെ വലാ തംശി ഫിൽ അർളി മർഹ, നീ ഭൂമിയിൽ അഹന്തയോടുകൂടി നടക്കരുത്. തീർച്ചയായും ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അഹങ്കാരികളെയും ദുരഭിമാനികളായ ആളുകളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ മനസ്സിൽ ആ ഒരു വിനയം ഉണ്ടാകണം. എന്താണ് വിനയം? അബൂ യസീദ് റഹിമഹുല്ലാഹ് പറയുകയാണ്, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ഒരു മനുഷ്യൻ എപ്പോഴാണ് വിനയമുള്ളവനായി തീരുക? അദ്ദേഹം മറുപടി പറഞ്ഞത്, ഞാനൊന്നുമല്ല, എനിക്ക് ഏതൊരുവിധ പ്രത്യേകതയുമില്ല, എനിക്ക് ഏതൊരുവിധ മേന്മയുമില്ല, ഞാൻ മറ്റുള്ളവനെക്കാളും നിസ്സാരനാണ് എന്ന് നമ്മുടെ മനസ്സിൽ ബോധ്യപ്പെടുമ്പോഴാണ് അവൻ വിനയമുള്ള മനുഷ്യനായി മാറുന്നത് എന്നതാണ്. ഹസൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, വിനയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയുമോ? വിനയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ആ മുസ്ലിമാണ് എന്നെക്കാളും മേന്മയുള്ള മനുഷ്യനെന്ന് അവന് മനസ്സിലാകുമ്പോൾ, അവൻ മനസ്സിൽ തോന്നുമ്പോഴാണ് അവൻ വിനയമുള്ള മനുഷ്യനായി മാറുന്നത് എന്നതാണ്. സഹോദരന്മാരെ, എന്തിൻ്റെ പേരിലാണ് നമ്മൾ അഹങ്കരിക്കുക? സമ്പത്തിന്റെ പേരിൽ നമുക്ക് അഹങ്കരിക്കാൻ സാധിക്കുമോ? അധികാരത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലും മേന്മകളുടെ പേരിൽ നമുക്ക് അഹങ്കരിക്കാൻ സാധിക്കുമോ? അള്ളാഹു നൽകിയതല്ലാത്ത എന്തെങ്കിലും നമ്മുടെ പക്കലിലുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അഹങ്കരിക്കാൻ അവകാശപ്പെട്ടവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഹങ്കരിക്കാൻ അവകാശപ്പെട്ടവൻ അള്ളാഹുവാണ്. ആരെങ്കിലും അള്ളാഹുവിനോട് അഹങ്കാരത്തിന്റെ വിഷയത്തിൽ മത്സരിച്ചാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തകർത്ത് കളയും. അള്ളാഹുവാണ് നമുക്ക് നൽകിയതെല്ലാം, നമുക്ക് ലഭിച്ചതെല്ലാം അള്ളാഹു നൽകിയത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അള്ളാഹു വിചാരിച്ചാൽ എപ്പോഴും അത് തിരിച്ചെടുക്കാം. നമ്മുടെ ആരോഗ്യം അള്ളാഹു വിചാരിച്ചാൽ നഷ്ടപ്പെടാം. നമ്മുടെ സമ്പത്ത് നാളെ നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പാത്രവും പിടിച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടായേക്കാം. അതൊന്നും നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. ഏതൊരു സമയത്തും നമ്മുടെ ദുർബലതകൾ പ്രകടമാകുന്ന സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ടാണല്ലോ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, അള്ളാഹുവേ വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, അള്ളാഹുവേ കണ്ണിമ വെട്ടുന്ന ഒരു നേരം പോലും എൻ്റെ കാര്യത്തെ നീ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ നാഥ. അള്ളാഹുവേ എൻ്റെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റബ്ബേ. എന്നിലേക്ക് ഏൽപ്പിച്ചാൽ എനിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല, എനിക്ക് വിജയിക്കാൻ സാധ്യമല്ല, എനിക്കൊന്നും നേടാൻ സാധിക്കുകയില്ല. ഞാൻ നേടിയതെന്തും, ഞാൻ കരസ്ഥമാക്കിയതെന്തും, ഞാൻ ആസ്വദിക്കുന്നതെന്തും നീ നൽകിയത് മാത്രമാണ് എന്ന് നമ്മളവിടെ പ്രഖ്യാപിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ എന്താണ് നമ്മൾ പറയുന്നത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, നീ നൽകിയത് തടയാനാരുമില്ല, നീ തടഞ്ഞത് നൽകാനാരുമില്ല. നീ നൽകിയതെല്ലാം അല്ലാഹുവേ, എനിക്ക് ലഭിച്ചതെല്ലാം നീ നൽകിയത് മാത്രമാണ്, എന്നിൽ നിന്ന് തടയപ്പെട്ടതെല്ലാം നീ തടഞ്ഞത് മാത്രമാണ് എന്ന് നമ്മൾ നിരന്തരം നമസ്കാരങ്ങൾക്ക് ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക, ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവിൻ്റെ നിസ്സാരക്കാരനായ ദുർബലനായ അടിമ മാത്രമാണ് നമ്മൾ. നമുക്ക് ലഭിച്ചതെല്ലാം അള്ളാഹു നൽകിയത് മാത്രമാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏതു സമയവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാം. നമ്മുടെ തുടക്കം തന്നെ ഒരു അറപ്പും വെറുപ്പും തോന്നുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. സഅദ് ബിൻ അബി വഖാസ് റഹിമഹുല്ലാഹ് പറയുക, അദ്ദേഹത്തിന്റെ മകനെ ഉപദേശിക്കുകയാണ്, മോനെ നീ അഹങ്കാരമില്ലാത്തവനാകണം, അഹങ്കരിക്കാതിരിക്കാൻ നീ നിന്റെ തുടക്കത്തെക്കുറിച്ച് ആലോചിക്കുക, എവിടേക്കാണ് നീ പോകുന്നത് എന്നും നീ ആലോചിക്കുക. അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് നമ്മുടെ തുടക്കം. അത് അവസാനത്തിലേക്ക് ദുർഗന്ധം വമിക്കുന്ന പുഴുക്കൾ കാർന്നു തിന്നുന്ന ഒരു ജഡമായി നമ്മൾ അവസാനിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ നിലക്കും നമ്മൾ ദുർബലരാണ്. നമ്മുടെ ദുർബലതയെക്കുറിച്ച് എപ്പോഴും നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ട് ആ നിലക്ക് നമ്മൾ നമ്മുടെ നിസാരതയെ ബോധ്യപ്പെട്ട് വിനയാന്വിതരായ വിനയമുള്ള അടിമകളായി നമ്മൾ ഭൂമിയിൽ ജീവിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. ഏതൊരു വിഷയത്തിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. ആ നിലക്ക് നമ്മുടെ കണ്ണുകളിൽ മറ്റുള്ള ഒരു മനുഷ്യനും
ഒരു മനുഷ്യനും സമ്പത്തില്ലാത്തവനാകട്ടെ, വളരെ പരമദരിദ്രനായ മനുഷ്യനാകട്ടെ, കഴിവില്ലാത്ത ആളുകളാകട്ടെ, അധികാരമില്ലാത്ത ആളുകളാകട്ടെ, അവരെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മളെക്കാളും മേന്മയുള്ള മനുഷ്യന്മാരായി നമ്മൾ കാണുകയും ആ നിലക്ക് വിനയാനിതരായി നമ്മൾ ജീവിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും വിനയം പ്രകടമാക്കി ജീവിക്കുന്ന അല്ലാഹുവിന്റെ വിനയാനിതരായ അടിമകളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.